സോ കേട്ടാൽ വിശ്വസിക്കാൻ പറ്റാത്ത കുറച്ച് കഥകളായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നാഗാലാൻഡിൽ മോൺ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലെ ലോങ്വാ എന്ന് പറയുന്ന ഒരു വില്ലേജിലാണ്. അതായത് ദ റിയൽ ഹെഡ് ഹണ്ടേഴ്സിനെ കാണാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഏറ്റവും മുതിർന്ന ഹെഡ് ഹണ്ടറെ വീട്ടിലാണ് വന്നിരിക്കുന്നത്. 4 വർഷങ്ങൾക്ക് മുന്നേ ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു, വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് പറയാത്ത ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. സോ പുള്ളിക്കാരനാണ് ഏറ്റവും മുതിർന്നതും ഏറ്റവും കൂടുതൽ ആൾക്കാരെ തല വെട്ടിയ മനുഷ്യനും. ഇതാണ് പുള്ളീൻ്റെ വീട് വരുന്നത്. ലോങ്വാ വില്ലേജിൽ തന്നെയാണ് പുള്ളീൻ്റെ വീട്. ഇന്ത്യയിലാണ് പുള്ളീൻ്റെ വീട് വരുന്നത്. ലോങ്വാ വില്ലേജിൻ്റെ പ്രത്യേകത അറിയാലോ, ഇന്ത്യ മ്യാൻമാർ ബോർഡറിലുള്ള വില്ലേജാണ്. ആ കാണുന്ന ബിൽഡിങ്ങിനപ്പുറം മ്യാൻമാറും ഇതൊക്കെ ഇന്ത്യയുടെ പാട്ടുമാണ്. സോ പുള്ളിക്കാരൻ അകത്തുണ്ട്. നമുക്ക് ഓടിച്ചെന്നിട്ട് പുള്ളീനെ കാണാനൊന്നും പറ്റില്ല. ഒരുപാട് തലയൊക്കെ വെട്ടിയ മനുഷ്യനാണ്, പ്രായമായി. അപ്പം ഇനി നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ഈ സ്ഥലത്തൊക്കെ വരിക. ലോങ്വാ LONGWA. കാരണം ഈ ഹെഡ് ഹണ്ടിങ് ടൈപ്സൊക്കെ തീരാൻ വേണ്ടി പോവുകയാണ്. ഏകദേശം 17 പേരെ ഇനി ജീവിച്ചിരിപ്പുള്ളൂ, ബാക്കി എല്ലാവരും മരിച്ചുപോയി. സോ എത്രയും പെട്ടെന്ന് വരിക, അവരൊക്കെ കാണുക. കാരണം ഇങ്ങനൊരു കൾച്ചർ നമുക്ക് ഇനി കാണാൻ കിട്ടില്ല. അതായത് ഒരു മനുഷ്യൻ്റെ തല വെട്ടിയ ആളെയാണ് നമ്മൾ കാണുന്നത്. അതൊരു കൾച്ചറായി കൊണ്ടുവരുന്നതും അതൊരു പൗരത്വത്തിൻ്റെ പ്രതീകമാണെന്നൊക്കെ പറഞ്ഞ് നടന്ന ടീമാണ് ഇവർ. അപ്പം അവരെ വീട്ടിലോട്ട് കയറുകയാണ്. ഞാൻ പുള്ളിനെ കാണുമ്പോൾ ബാക്കിയുള്ളതൊക്കെ വിശദമായിട്ട് കാണിച്ചു തരാം. അതായത് ഇവർ മനുഷ്യനെ മാത്രമല്ല ഹണ്ട് ചെയ്തുകൊണ്ടിരുന്ന മൃഗങ്ങളൊക്കെ ഹണ്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. സോ ഒന്ന് ലൈറ്റ് അടിച്ച് കാണിച്ചു തരാം. പണ്ടത്തെ ടൈപ്പ് വീടുകളൊക്കെയാണ് ഉള്ളത് ഇവിടെ. ഒരുപാട് മൃഗത്തിൻ്റെ തലകളൊക്കെ നമുക്ക് കാണാം. അതൊക്കെ ഈ പുള്ളിക്കാരൻ സ്വന്തമായിട്ട് ഹണ്ട് ചെയ്ത് വെട്ടിക്കൊണ്ടുവന്ന തലകളാണ്. എന്നിട്ട് ഇവർ നേരെ കൊണ്ടുവന്നിട്ട് ഇത് ആദ്യം കാണിക്കുക നമ്മൾ കിങ്ങിനെയും ഈ വില്ലേജിലത്തെ എല്ലാവരെയും കാണിക്കും. കാരണം ഞാനാണ് ഇവിടുത്തെ ഏറ്റവും പവർഫുൾ മനുഷ്യൻ എന്നുള്ള എല്ലാവരും അറിയണം. അതെല്ലാവരും അറിയണം, എന്നെ ഇങ്ങനെ പൊഴുത്തി പറയണം എന്നൊക്കെയുള്ള ഒരു പണ്ടത്തെ കൾച്ചർ അങ്ങനെയായിരുന്നു കഴിച്ചത്. നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. 1970 ഇവിടെ ക്രിസ്ത്യാനിറ്റി വരുന്നത്. അതുവരെ ഇവർ ഹഡിങ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത ആൾക്കാരാണ്. സോ യുണീക്കായിട്ടുള്ള ഒരുപാട് കാഴ്ചകളാണ് നമുക്ക് കാണാനുള്ളത്. അതൊക്കെ ഓരോ മൃഗങ്ങൾ, കാട്ടുപോത്ത്, മിഥുൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മൃഗങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ തലയോട്ടികളാണ്. അതുപോലെ തലയോട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ക്രിസ്ത്യാനിറ്റി വന്നതിന് ശേഷം അതൊന്നും ഇവിടെ കീപ്പ് ചെയ്യണ്ടെന്ന് പറഞ്ഞതിന് ശേഷം ഇവരെവിടേക്കോ അത് മണ്ണിട്ട് മൂടി കുഴിച്ചിട്ടു എന്നാണ് പറയുന്നത്. അതുള്ള വില്ലേജുകൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് കാണാം. നമുക്ക് ഹെഡ് കാണാൻ വേണ്ടി പോവാണ്. എന്താണ് ഹെഡ് ഹണ്ടേഴ്സ്, ആരാണ് ഹെഡ് ഹണ്ടേഴ്സ് എന്നുള്ളത് ആദ്യം ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. നാഗാലാൻഡിൽ മൊത്തം 17 ട്രൈബ്സാണുള്ളത്. ഓരോ ട്രൈബ്സിനും ഓരോ പേരുകളാണ്. അതിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ട്രൈബാണ് കൊണിയാക്ക്. അവരെ പാർട്ടിലുള്ള ആൾക്കാരാണ് ഹെഡ് ഹണ്ടേഴ്സ്. പണ്ട് എല്ലാ ട്രൈബ്സും ഹെഡൊക്കെ ഹണ്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ കൊണിയാക്ക് ട്രൈബ്സ് മാത്രമാണ് ഏറ്റവും അവസാനം ആ ഒരു പ്രാക്ടീസ് നിർത്തിയ ആൾക്കാർ. ഇവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആൾക്ക് മറ്റൊരാളോട് ശത്രുത ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിലെ ആൾക്കാർക്ക് മറ്റൊരു ഗ്രാമത്തിലെ ആൾക്കാർക്ക് ശത്രുത ഉണ്ടാവും, അല്ലെങ്കിൽ ഈ ഗ്രാമത്തിലെ ഒരു ഗ്രൂപ്പിന് മറ്റത്തെ ഗ്രാമത്തിലെ ആൾക്കാരായിട്ട് ശത്രുത ഉണ്ടാവും. അപ്പോൾ ഇവരെന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കിങ്ങിനോട് സമ്മതം ചോദിച്ചിട്ട് ഇവിടുന്ന് പോകും. ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് അവരെ തല കൊഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരും. എന്നിട്ട് നേരെ കിങ് ഹൗസിലോട്ട് പോകും. എന്നിട്ട് കിങ്ങിനോട് പ്രൗഡോട് പറയും ഇതാ ഞാൻ തല വെട്ടിയിരിക്കുന്നു. അപ്പോൾ കിങ് അവർക്ക് സമ്മതം കൊടുക്കും മേത്ത് ടാറ്റു അടിക്കാൻ. ഫുള്ള് മേത്ത് ടാറ്റു അടിക്കും. അതായത് എത്രത്തോളം ടാറ്റു ഉണ്ടോ അത്രത്തോളം ആൾക്കാരെ അവർ കൊന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് തിരിച്ചറിയാൻ വേണ്ടി പറ്റും. സോ യുണീക്കായിട്ടുള്ള കൾച്ചറാണ്. അപ്പോൾ അതുപോലെ അവർക്ക് ബ്രേസ്ലെറ്റ് ഉണ്ടാവും. ആ ബ്രേസ്ലെറ്റ് എണ്ണം വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം അയാൾ എത്ര പേരെ കൊന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഹെഡ് ഹണ്ടർ ഇപ്പോൾ വരും, വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇസ് കമ്മിങ്. നോട്ടം തന്നെ ഭീകര നോട്ടം, കത്തിയൊക്കെ ആയിട്ട് നോക്കി. ദ റിയൽ ഹെഡ് ഹണ്ടർ. ടാറ്റൂസ് കണ്ടില്ലേ? He's one of the oldest headhunters alive. Yeah.
Is the king also headhunter king, right? No, he is a headhunter only. Only. King is different and headhunter is different. No, The like headhunter is more like the the warrior to the headhunter. Okay. I mean the warrior to the king. so. How many people he killed? Almost. Nanga gan ubilang ebisanga. Gan lang siya. Koma anilang peko. The group they chop two. Two, only two. Yeah, two. So they chop like so. It's like they use the weapon like spear, and then this is masadi, like we call it dao, and then we chop with this head. I mean like the head we chop with this. Oh. And then whatever they hunt, they used to decorate themselves like this. There's bear skin, the Holbein feeder, wild boar tooth, and there's mountain goat hole. So they can use as weapons also. Ah. Like this, and then whatever they hunt like tiger, tooth, and bear. So they used to decorate themselves like this. Just example, just imagine if your city is facing the jungle. Yeah. Khadam. Yeah. So, Danger, na? By tattoo we can understand, right? Yeah, How by- many people he killed or How is it? actually, they will have same petal like tattoos here like this. But if you chop like the head, more head, then you'll have a neck tattoo also. Neck tattoo also, like 5 something. Then you'll have a neck tattoo. So how also. many head he have taken? Yeah. only two? In the group, they chop like 2. Oh, so group. In a group. So those who participated in the war, they normally have like tattoos on the chest, Oh. and then those who chop the head. The village, they will fight each other, right? So it's mainly for the land river, fighting for land river, no? Territory, na? Yeah, territory. How old is he? Gang ubi kai nanga. Mula. Gang ubi kang 84. He is 84 years. 80. Oh, he speak English also? No, like they understand a little bit, not much. His tattoo is like very much visible. See? Wow. And what? Teeth. Tira tattoo kila je. What kind of teeth? It's a bear. This is Bear, tiger. Tiger? He killed tiger also? Yeah. Wow. Tiger. Nang lang kung abga. Yo, Yeah. Okay. You can't do it. It's wildcat. They look so good, right? The cool Yes. here, They normally don't used to have a scissor, no? They don't, save the hair with the scissor. So they normally do with the, Blade. knife, blade. So, Dao. no, dao. Dao. Oh, that dao. Yeah, they put some like piece of wood and then they cut it. Like Okay, so പുള്ളിക്കാരൻ്റെ ചെവി നോക്കി. Heavy? Yeah, it's heavy. He have like a lot of messages, a lot of daos. We can have a look inside of it. So guys, ഹെഡ് ഹണ്ടേഴ്സ് പിന്നെ മുടി വെക്കൂല. നോട്ട് ഹെഡ് ഹണ്ടേഴ്സ് കൊണിയാക് ട്രൈബിലെ ആൾക്കാർ മുടി പിന്നെ വലുതാക്കി വളർത്തൂല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹണ്ടിങ്ങിന് പോകുമ്പം ആൾക്കാർക്ക് പിടിച്ചാൽ കിട്ടരുത്. അപ്പം ഏറ്റവും വടിച്ചിട്ടാണ് അവർ പോവുക. I wonder how he has been in like his, his Prime. golden days, prime days. Prime, yeah. Yeah. Trong hàng Nga phía vậy. Yolan bisanga. Mula. Yolan na pila. I think he is feeling better. 4 years before he's Yeah. Actually, he do like household work, Really? even now, Still? he have like garden, small garden there, like a kitchen. So he do work still. he's smiling when head. Territory busy visible na na. Tapi khara kona tuk pai ko ni. But is it? Yeah, jong ucha jong. Am jong. I think he will be tired. Nga phía. So he is happy now. Yeah. In his school get a good job. നമ്മൾ ഹെഡ് ഹണ്ടർ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു ചിരിക്കൂല എന്നൊക്കെ ഉള്ളത്. പക്ഷേ മൂപ്പര് ചിരിക്കുന്നൊക്കെ ഉണ്ട്. നൈസ്. തൊപ്പിയൊക്കെ ഉണ്ടോ? Mandi pula do ina ai thaki de sevida. ഒരു കൂട് വേളെ വളർത്താട്ടോ. I'm just scared if he mistakenly സോ ഹെഡ് ഹണ്ടർ ഇതാ തിരിച്ചു പോകട്ടോ. മാറിക്കൊടുക്കാം. Yeah. 4 കൊല്ലം മുന്നേ വന്നപ്പം ഇവർക്ക് ഇത്രയ്ക്ക് ആരോഗ്യമൊന്നും ഇല്ലേനു. ഇപ്പോൾ കുറച്ച് ആരോഗ്യമൊക്കെ കൂടി. See,
ഇതൊക്കെ പുള്ളീൻ്റെ കത്തികളാട്ടോ. ഒന്ന് രണ്ടൊന്നുമല്ല, ഒരുപാട് കത്തികളുണ്ട്. ഇതിവരെ കിച്ചണാണ്, പുള്ളീൻ്റെ വീട്ടിലത്തെ കിച്ചണാണ്. നെല്ലൊക്കെ ഉണക്കാനും കാര്യങ്ങൾക്കൊക്കെ വെച്ചിരിക്കുകയാണ്. ഓ 1 2 3 4 കത്തികൾ. 맞았나? ഇവിടെ പിന്നെ തോക്കൊക്കെ സീനാണ്. കത്തികളല്ല കേട്ടോ, തോക്ക്. ഈ സ്ലീപ്പ് റൈറ്റ്. ഇതാണ് പുള്ളീൻ്റെ ബെഡ്. അതൊക്കെ എടുത്തു വെക്കുന്ന പുള്ളി ഇവിടെ എന്തൊക്കെയോ വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. പുറത്തിറങ്ങി വന്നു കഴിഞ്ഞാൽ ഇവിടെ മരം കൊണ്ട് ഒരുപാട് ആർട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഓ, ആ കത്തി നോക്കിയേ, ഒരു പ്രത്യേക തരം കത്തി. With that amma only. Okay. Amma is made for gunpowder. Okay. So we made the gunpowder by ourselves. Bullet can be anything, like piece of metal or maybe stone. So we have one of the best gunmaker also here. So yeah, we make gunpowder by ourselves. Bullet can be anything. Anything means like piece of metal or stone. Correct. It's very strong. Yeah. Yes. Earlier they used to have those small balls, no? We used to call charak. Charra. You guys need license for that? No. 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 Mazaludin gun don't Fully- use No, we don't license. Cardos we need. And every man, like I forgot one. This is very important. So Wait. our culture, the gun is very important. Hmm. If you go for like just for farm and anywhere, you just carry the gun. Wow. As soon the boy child born, the parents will give you one gun. Oh. Like if you're born, then your parents will make one gun. For us. Yeah, Oh. the local muzzle loaded gun. Without license, we use like everybody have this. So it's kind of like compulsory things. Like you have to have the gun. That is Still happens now. Yeah. I have gun. Like he have gun. Oh. only in Longba or in Mon? I don't know about others. Konyak but- tribes. I don't know about others, but like in Longwa, it's kind of compulsory. I think in all Nagaland. I mean in Konyak. Okay. This is the tribe's ritual, Tao. like Yeah. tradition. Yeah. See Dao. Okay. We make like this. Tao- Different Mesidi have different job. For cutting grass, for cutting woods. This is their armory section, huh? Yeah. See, you can try. Visit. Mo udu pabe udu kila jo. Ekta abisha laga jo do. Okay. See this one. Hmm? Oh udu. Idu ki gane. There you go. Oh abisha laga jo. This is for finishing. Finishing. If you make bed, wooden bed, Okay. then this is very good for finishing. I think finishing. Yeah. I thought People finishing. So which one is used for cutting head? cutting Yeah, head. Normally they use long one, Long one. like this, no? Okay. But this is for cutting wood, cutting down the big wood. I think I like this one better. Yeah. Wow. Looks better, no? Mm. It's more like an X, you know. Yeah. Yeah. Yes. It's similar to X. Yeah, it's kind of only. It's kind of like. Oh. This is iska necklace, है ना? Yeah. Oh. Necklace. Wow. Oh, yeah. ഇത് മൊത്തം ടൈഗറിൻ്റെ പല്ലുകളാണ് കേട്ടോ. ഓ, നൈസ്. പുള്ളി മുടി വരിക. മുടി വരും നോക്കി. ഓ, കണ്ടോ, അവർ മുടി വളർത്തൂല സൈഡിലൊന്നും. So the warriors wear തോക്ക്. dress, ഇത് പുള്ളീൻ്റെ ബെഡ്. people just recognize. Oh, the headhunter is coming. So this basket can only be worn by the headhunters? Yes. Now like everyone uses it. Like I also have, but like especially in the older day, they just like this. So there's the decorate like whatever they hunt, Mm-hmm. So you can try wear it also. The way will be like this. The proper way is like this. Yes.
It's easy because like you will be holding the mesody here. Okay. And then Then we'll go like this. yeah. So they I'll dress you. no, they will keep the food inside. Here. You hold this. Yeah. You hold this. You hold this. Now we And then can. headgear. Also come you here. We'll take one picture. Can I go outside here? Yes. No, no, for better light. That's why. Wow. ഓ ഗൈസ് ഹെഡ് ഹണ്ടേഴ്സ് ഹണ്ടിങ്ങിന് പോകുമ്പം അതായത് മൃഗങ്ങളല്ല ആൾക്കാരെ തല ഹണ്ടിങ്ങിന് പോകുമ്പം ഇതാണ് യൂസ് ചെയ്യാം. ഇതാണ് ഇവരെ കൊട്ട. Wait. Your dress is incomplete. ഓക്കെ Your one head chopper ഓക്കെ like this. ഓ You want me to take a shot of yours? ഷുവർ ലൈക്ക് Every one of you can try wear it. I'll just take it from here. so Started already? yeah Do see it now, Asan? now I am Konyak right Yeah, cognac. head hunter Yeah. Awesome. oh It's from the other side, brother. oh this side okay guys ഇതാണ് കൊട്ട. then ഈ ഒച്ച ഇങ്ങനെ കേൾക്കുമ്പോൾ ബാക്കിയുള്ള so if I make sound the other people can understand I am coming right. Yeah, this is kind of a signal. Like, I'm coming. No, for hunting we have to go silently, right? No, like in festival time. Festival time. Oh, okay. So headhunters, they used to announce it, huh? Yeah. Their arrival. So we have young headhunter. Young hunter from Kerala. But I am Lotha. What I do? Lotha Bangadan. So now you can. It's fine. Yes. Come on, Yes. Wear it, man. Yeah. Wait. Oh. I'll let him go. Oh, head under tuppi. They also halal. You're also headhunter because you also halal. Hunting is halal. No, you also headhunters. Then that is halal. Yes. If you cut head, that is halal. You also headhunter. Just for fun, okay? No, you are animal headhunter. സോ ഗൈസ് കുറച്ച് കാര്യങ്ങൾ പുള്ളി ഉള്ളെന്ന് പറഞ്ഞു തന്നെ. അതായത് ഈ കൊണിയാക്ക് ട്രൈബിൽ ഏത് കുട്ടി ജനിച്ചാലും അവരെ പാരൻസ് അവരെ മക്കൾക്ക് വേണ്ടി അന്ന് തന്നെ ഒരു തോക്ക് ഉണ്ടാക്കാൻ വേണ്ടി കൊടുക്കും. നമ്മളെ നാട്ടിൽ മക്കളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം സ്വർണം പണിയിപ്പിക്കും, വേറെ വല്ലതും ചെയ്യും. ഇവിടെ ഫസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ജനിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യുക അവന് വേണ്ടിയിട്ട് ഒരു തോക്ക് പണിയാൻ വേണ്ടി കൊടുക്കും. അതാണ് തന്തവാരി. പവർഫുൾ, അടിപൊളി. ദാറ്റ് ഈസ് നൈസ് ഗൈസ്. ജനിച്ച പാടെ തോക്ക് കിട്ടും. പിന്നെ തോക്കായിട്ട് നടക്കാം. ഇവിടെ എവിടെ വേണം നിങ്ങൾക്ക് തോക്കായിട്ട് കിടക്കാം, ഹണ്ട് ചെയ്യാം, ആരൊന്നും പറയില്ല. ദാറ്റ് ഈസ് ഞാൻ 4 കൊല്ലങ്ങൾക്ക് മുന്നേ ഇവിടെ വന്നപ്പം പുള്ളിക്കാരൻ്റെ കൂടെ വീഡിയോ എടുത്തിരുന്നു. ഞാനത് പുള്ളിക്കാരന് കാണിച്ചു കൊടുക്കട്ടെ, പുള്ളിക്കാരൻ്റെ റിയാക്ഷൻ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. എവിടെ പോയി? ഈ ഒരു വീഡിയോ 4 കൊല്ലം മുന്നേ എടുത്ത ഹോയ് ഇവിടെ ഈ ഫോട്ടോ വീഡിയോ അതന്നെ. ഇതാ ഇവിടുന്ന് ഇത് തൊട്ട് ഇവിടുന്ന് തന്നെ. ഗുഡ്. ഇത് ഞാൻ പുള്ളിക്കാരന് ആഫ്രിക്കൻ ഹണ്ടേഴ്സിനെ കാണിച്ചു കൊടുക്കട്ടെ. ആഫ്രിക്ക നമ്മൾ പിടിച്ച കിളീനെയും അണ്ണാങ്കുഞ്ഞിനെയും നമ്മൾ ക്രിയേറ്റ് വേണ്ടി പോവാണ്, ചുട്ട് കഴിക്കാൻ കൂടെ. ആഫ്രിക്ക
നമ്മൾ പിടിച്ച കിളീനെയും Jayainagar video holding it in his hands like this. A friend of ours is so scared of spiders, like he has a phobia of spiders. So if you would have seen him catching spider like this, no, he would have ran away. ഹെഡ് എൻ്റെ വലിയ വലിയ വീഡിയോസ് കാണിച്ചിട്ട് നെട്ടിക്കുക ഹെഡ് ഞാൻ. Mouse are like everywhere in cities. ഓ ഓ ഓ पेड़ में बच्चे चढ़े हुए हैं, फिर से देखा तो इधर खाली से उधर रखने का बात है छोटे छोटे वो भी That's the oldest one. No? ഇവരെ ഇതൊക്കെ കണ്ടില്ലേ നോക്കി എന്നെ പെയിന്റ് അടിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് ഇവര് ബ്യൂട്ടിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഈ കാര്യം. വലിയ റിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ചെവിയും ഇതുപോലെ ഇവര് ചെയ്യുന്നുണ്ടോ ആ ചേച്ചിന്റെ ചെവി നോക്കി. ബ്യൂട്ടിക്ക് വേണ്ടിയിട്ടാണ് കല്യാണം കഴിക്കുമ്പോൾ ചെയ്യുന്നതാണ് ഇതൊക്കെ. അപ്പം ഈ ഗുഡ്. ഇപ്പോൾ പുള്ളിക്കാരനോട് ടാറ്റ പറയട്ടെ. ടാറ്റ. അപ്പോൾ ഹെഡ് ഹണ്ടറിനോട് ടാറ്റ പറഞ്ഞിട്ട് നമ്മൾ പോവുകയാണ്. പുള്ളിക്ക് ഞാൻ ഒരു 10-15 മിനിറ്റ് ഇവിടെ ഇരുന്നിട്ട് ഞാൻ ആഫ്രിക്കയിൽ പോയ വീഡിയോസ് മൊത്തം കാണിച്ചു തന്നു. പുള്ളി ഭയങ്കര ക്യൂരിയോസിറ്റി, അതായത് ഇതെങ്ങനെയാണ് നമ്മളങ്ങാട്ടി വലിയ ടീമുണ്ടോ എന്നുള്ള രീതിയിലാണ് പുള്ളി നോക്കുന്നത് അത്ഭുതത്തോടെ. മറ്റേ ചുണ്ടിൽ വലിയ ഇതൊക്കെ ഇട്ടിട്ടുള്ള ആൾക്കാരില്ലേ, അവരെ ഇതൊക്കെ കാണിച്ചപ്പോൾ പുള്ളി ഭയങ്കര എന്താണിത് എന്നൊക്കെയുള്ള രീതിയിൽ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിട്ട് നോക്കിക്കുക. ബാക്കി എല്ലാവരും വീഡിയോ എടുത്ത് ഞാനെന്താക്കി പുള്ളിക്ക് ഓരോന്നിങ്ങനെ കാണിച്ചു കൊടുത്ത് ഞാൻ വിചാരിച്ചു പുള്ളി പണിയൊന്നും എടുക്കാണ്ട് ഇവിടെ ഇങ്ങനെ വെറുതെ കിടക്കലാണെന്നാ. ഓക്കെ, ഇപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ടുള്ള മനുഷ്യനാണ് പുള്ളി. സോ ഗൈസ്, നമ്മളെ ഹെഡ് ഹണ്ടറുടെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം അയ്യോ, ഓരോ 2 മനുഷ്യനെ വെട്ടിക്കൊന്ന ആളാന്ന് പറയേയില്ല, ഹെഡ് ഹണ്ടറാന്ന് പറയേയില്ല. ഇതൊക്കെ നമ്മളെ വല്യപ്പന്മാരൊക്കെ നമ്മളോട് ചിരിക്കുമല്ലോ മോൻ നോക്കിയിട്ട്, അതുപോലെ എനിക്ക് തോന്നണേ. പാവം മനുഷ്യൻ. എന്തായാലും നൈസാണ്. ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഹെഡ് ഹണ്ടിങ്ങിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഗൈസ്, താങ്ക് യു. Good.